പുണ്യസമ്പാദ്യം വലിയ ലക്ഷ്യത്തിനു വേണ്ടി മാറ്റിവെച്ച് നാടിന് മാതൃകയാവുകയാണ് പിണ്ടിമന സ്കൂളിലെ വിദ്യാർത്ഥികൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് കൈത്താങ്ങായാണ് കുട്ടികൾ ശേഖരിച്ചു വെച്ച 13,080 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. തുക MLA ആന്റണി ജോൺ ഏറ്റുവാങ്ങി. സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങാകുവാൻ പിണ്ടിമന സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ കുഞ്ഞു സമ്പാദ്യം ചേർത്തുവെച്ച് 13,080 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായി. കോതമംഗലം MLA ആന്റണി ജോൺ സർക്കാരിനു വേണ്ടി തുക ഏറ്റുവാങ്ങി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ലീഡർമാരായ സാവൻ സന്തോഷ്, വൈഗ അനൂപ് എന്നിവർ ചേർന്ന തുക അദ്ദേഹത്തിന് കൈമാറി. ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തു നിർത്താൻ കുട്ടികൾ കാണിച്ച നല്ല മനസ്സിനെ MLA അഭിനന്ദിച്ചു. നാടിന്റെ പുനഃസൃഷ്ടിക്കായി എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുന്ന ഈ വേളയിൽ അതിനൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഓരോരുത്തരും അഭിമാനിക്കണമെന്നും ഭാവിയിലും ഈ സേവന മനോഭാവം കൈവിടാതെ സൂക്ഷിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. നമ്മളെ സംബന്ധിച്ച് വയനാട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ നേരിട്ടിട്ടുള്ളത്. ഏതാണ്ട് 3 ഗ്രാമങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഔദ്യോഗികമായ കണക്ക് 1,200 കോടി രൂപയിലേറെ വരുന്ന വലിയ നഷ്ടം അവിടുത്തെ പുനരധിവാസ പ്രവർത്തനം ഉൾപ്പെടെ പൂർത്തീകരിക്കണമെങ്കിൽ അത്രയേറെ ഒരു വലിയ തുക നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ നാടിനെ സഹായിക്കാൻ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാൻ ലോകത്താകെ വലിയൊരു കൂട്ടായ പ്രവർത്തനം അതിനുവേണ്ടി നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് 250 കോടി രൂപയിലേറെ തുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സ്കൂളുകൾ, കോതമംഗലം ഉപജില്ലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പിണ്ടിമന സ്കൂളടക്കം നിരവധി സ്കൂളുകളിലെ കുഞ്ഞുമക്കൾ നിങ്ങളുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ അത് സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ, ഇപ്പോൾ നമുക്കറിയാം അവിടെ വെള്ളാർമല സ്കൂളിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ആ വയനാടിനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നു. അതിന് പ്രിയപ്പെട്ട അധ്യാപകരും PTA ഭാരവാഹികളും ഒക്കെ നല്ല നിലയിലുള്ള ഒരു പിന്തുണ കൊടുക്കുകയുണ്ടായി. ഏതായാലും കുഞ്ഞു മനസ്സിൽ നല്ലൊരു സന്ദേശം, നമ്മുടെ സഹോദരങ്ങളെ, സഹജീവികളെ സ്നേഹിക്കുക, കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാനുള്ള ആ ഒരു മനസ്സ് നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ആ കാണിച്ച നിങ്ങളെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് സ്കൂൾ HM ലിജി വി പോൾ, SMC ചെയർമാൻ അനീഷ് തങ്കപ്പൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സെപ്റ്റംബർ 7 മുതൽ ഇറമ്പത്തിയറ ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടന സമയം ഷോറൂമിലെത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും ബമ്പർ സമ്മാനമായി ബെഡ്റൂം സെറ്റും. ഇറമ്പത്തിയറ ഫർണിച്ചർ ഇനി മുതൽ കൂത്താട്ടുകുളത്തും.